ഭക്തി എന്ന് പറഞ്ഞാൽ സംഗീതം തന്നെയാണ് സത്യത്തിൽ. അമ്പലത്തില് ഡെയിലി രാവിലെയും വൈകിട്ടും ഭക്തി ഗാനങ്ങൾ പ്ലേ ചെയ്യാറുണ്ട്. ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് സംഗീത രൂപത്തിലാണ്. പള്ളിയിൽ കുർബാന നൊവേന എല്ലാം സംഗീത രൂപത്തിലാണ്. മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളി സംഗീത രൂപത്തിലാണ്. ഇപ്പൊ സംഗീതം ഭക്തി രണ്ടും ചേർന്നതാണ്. അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ജിതമാം പൂപ്പീലിയും അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ജിതമാം പൂപ്പീലിയും. മലയാളം പാട്ടുകൾ കേൾക്കുന്നവർ വളരെ വിരളമായി കൊണ്ടിരിക്കുകയാണ്. മലയാളം ഭാഷ തന്നെ സംസാരിക്കുന്നത് വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷും ഫുള്ളി ഇംഗ്ലീഷും ആണ് ഇപ്പോൾ പലരും സംസാരിക്കുന്നത്. അങ്ങനെ കാലക്രമേണ കാലങ്ങൾ കഴിയും തോറും വർഷങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് മലയാളം ചിലപ്പോൾ ഇല്ലാണ്ടായെന്ന് വരാം. നമസ്കാരം. നമ്മുടെ ഈ വിഷു ആഘോഷങ്ങൾക്ക് സംഗീതത്തിന്റെ മാധുര്യം പകരാൻ എത്തിയിരിക്കുന്നത് ദേവഗായകൻ എന്നറിയപ്പെടുന്ന ശ്രീ മധു ബാലകൃഷ്ണൻ സാറാണ്. സ്വാഗതം സാർ. നമസ്കാരം. വിഷു എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഗാനം ഏതാണ്? പ്രത്യേകിച്ച് സാറുടെ കുട്ടിക്കാലത്ത് കേട്ട് വളർന്നത്. അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ പെട്ടെന്ന് 2 പാട്ടുകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അതിൽ പ്രധാനമായിട്ടും കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ആ പാട്ടുണ്ട്. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. അങ്ങനെ ഈ 2 പാട്ടുകളാണ് പെട്ടെന്ന് ഓർമ്മ വരിക. സാർ എപ്പോഴെങ്കിലും വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടോ? ഞാൻ തന്നെ ഒരുക്കിയിട്ടില്ല, കൂട്ടത്തോടെ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് മുൻപ്, കല്യാണത്തിന് ശേഷം ഭാര്യയാണ് അതൊക്കെ ചെയ്യുന്നത്. ഷോപ്പിംഗ് സാർ കൂടെ പോവാറുണ്ടോ? സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് കൂടും. പടക്കമാണ് എൻ്റെ മെയിൻ ഐറ്റം. ഇപ്പൊ മക്കളുണ്ടല്ലോ രണ്ടുപേരും, അവരും ഇതിനകത്തൊക്കെ ഒരുപാട് വളരെ ഇൻട്രസ്റ്റ് ആണ്. പടക്കം പൊട്ടിക്കാനൊക്കെ എൻ്റെ കൂടെ നന്നായിട്ട് കൂടും. ഓക്കെ. ഇപ്പൊ വിഷുക്കണിയായി നമ്മൾ കാണുന്നത് കണ്ണനും ഓടക്കുഴലും കണിക്കൊന്നൊക്കെയാണല്ലോ. അപ്പം ഈ കണി കാണുന്ന അതേ ഭക്തിയോട് കൂടെ തന്നെയാണ് താങ്കളുടെ ഭക്തി ഗാനങ്ങളും ഞങ്ങൾ കേൾക്കുന്നത്. അപ്പൊ സാർ 12,000-ലേറെ ഡിവോഷണൽ സോങ്സ് പാടിയ ഒരു ഗായകനാണ്. അപ്പൊ ഈ ഭക്തി ഗാനങ്ങൾ ആലപിക്കുമ്പോൾ സാർക്ക് തോന്നുന്ന ഒരു ഇന്നർ പീസ് അല്ലെങ്കിൽ ഒരു ആത്മീയ അനുഭവം എന്താണ്? ഭക്തി ഗാനങ്ങൾ പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ടും നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടുകൂടി തന്നെയാണ് അത് പാടുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒരു ചിന്തകളോ ഒന്നും ഉണ്ടാവില്ല. പൂർണ്ണമായിട്ടും അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഭഗവാന്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് അതുവഴി ശാന്തിയും സമാധാനവും മനസ്സിന് സ്വസ്ഥതയും എല്ലാം അതുവഴി. അപ്പൊ സംഗീതവും ആത്മീയതയും തമ്മിലുള്ളൊരു ബന്ധം എന്തായിരിക്കും? അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ശരിക്കും ഭക്തി എന്ന് പറഞ്ഞാൽ സംഗീതം തന്നെയാണ് സത്യത്തിൽ. അമ്പലത്തില് ഡെയിലി രാവിലെയും വൈകിട്ടും ഭക്തി ഗാനങ്ങൾ പ്ലേ ചെയ്യാറുണ്ട്. ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് സംഗീത രൂപത്തിലാണ്. പിന്നെ സാമവേദം അത് സംഗീത രൂപത്തിലാണ് അത് ചൊല്ലുന്നത്. പള്ളിയിൽ കുർബാന നൊവേന എല്ലാം സംഗീത രൂപത്തിലാണ്. മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളി സംഗീത രൂപത്തിലാണ്. ഇപ്പൊ സംഗീതം ഭക്തി രണ്ടും ചേർന്നതാണ്. അതന്നെ ഒരു സാധനയാണല്ലേ? സംഗീതം തന്നെ ഒരു സാധനയാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഭക്തര് ആവശ്യപ്പെട്ട ഏതെങ്കിലും ഭക്തി ഗാനം ഉണ്ടോ സാറത്ത്? ഞാൻ പാടിയതിൽ എന്നെ കൊണ്ട് മിക്കപ്പോഴും പാടാൻ പറയാറുള്ളത് കണ്ണനെ നേദിക്കാൻ കദളിപ്പഴം എന്നുള്ള പാട്ടാണ്. അതെ. ഓക്കെ. അപ്പം കഴിഞ്ഞ 25 വർഷത്തിലേറെയായി സാറ് സംഗീത ലോകത്ത് സജീവമായി തുടരുന്ന ഒരു ഗായകനാണ്. കഴിഞ്ഞ 25 വർഷത്തിലേറെ. 30 വർഷമായി. 30 വർഷം. അതെ. അപ്പം ദക്ഷിണാമൂർത്തി സ്വാമി തൊട്ടിട്ട് രാഘവൻ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, അവിടെ നിന്ന് തുടങ്ങി ഇളയരാജ സാറിനൊപ്പം, അതുപോലെ തന്നെ ഇപ്പൊ ഗോപി സുന്ദർ വരെയുള്ള എല്ലാവരോടൊപ്പം സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദീർഘമായ കാലയളവിൽ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നടന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ശൈലി വ്യത്യാസങ്ങളെ കുറിച്ച് ഒരു ഗായകൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ സത്യത്തില് ഒരു 3 ടെക്നോളജിയിൽ ഞാൻ പാടിയിട്ടുണ്ട്. ആദ്യം മറ്റേ ടേപ്പ് ഉണ്ടല്ലോ, ടേപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ ടെക്നോളജി ഉള്ള സമയത്ത് അങ്ങനെ പാടിയിട്ടുണ്ട് കുറേ പാട്ടുകൾ. പഴയ സംഗീത സംവിധായകരുടെ, പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവൻ മാഷ്, അർജുനൻ മാഷ്, ചിദംബരൻ മാഷ്, അങ്ങനെയുള്ള
ലെജൻസിൻ്റെ കൂടെ ആണ് ഞാൻ ആദ്യമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പാട്ടുകൾ അവരുടെയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പഴയ രീതിയിലായിരുന്നു. ചിലപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടുകളൊക്കെ ഓർക്കസ്ട്രയുടെ ഒപ്പം തന്നെ പഴയ രീതിയിലാണ് പാടിയിട്ടുള്ളത്. സ്വാമി നമ്മളെല്ലാം വിട്ടു പോകുന്നതിന് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയിരുന്നു. അപ്പോഴും ആ പഴയ സ്റ്റൈൽ തന്നെയാണ് സ്വാമി ഓർക്കസ്ട്രയുടെ ഒപ്പം പാടുക എന്നുള്ളൊരു രീതിയാണ് സ്വാമിയുടെ. അത് അതിന് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് പാട്ടൊക്കെ പഠിപ്പിക്കും. എന്നിട്ട് സ്റ്റുഡിയോയിൽ പോയി ഒറ്റയടി 10 പാട്ടൊക്കെ ഉണ്ടാവും. 10 പാട്ട് ലൈവ് വിത്ത് ഓർക്കസ്ട്ര. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ടെക്നോളജി, ആ ഒരു രീതിയിലും ആ ഒരു ടെക്നോളജിയിലും പാടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എഡാറ്റ്, മറ്റേ ചെറിയ വീഡിയോ കാസറ്റ് പോലത്തെ ഇത് വരും, എഡാറ്റ് എന്ന് പറയും, അതിൽ പാടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഡിജിറ്റലൈസായി എല്ലാം. ഇപ്പോൾ കമ്പ്യൂട്ടർ വഴി പല സോഫ്റ്റ്വെയർസ് വഴിയുള്ള റെക്കോർഡിംഗ്, പ്രോ ടൂൾസ്, അങ്ങനെ ഉള്ള ടെക്നോളജിയായി ഇപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഇതിലും എനിക്ക് അനുഭവിക്കാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. അപ്പൊ കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത് ഏതാണ്? അത് ഏറ്റവും ടഫായിട്ട് ഏതാണ് അനുഭവപ്പെട്ടത്? അങ്ങനെയുണ്ടോ? ടഫായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ഈസിയാണ്. ഇപ്പോൾ ആർക്കും പാടാം. അതെ അതെ. കുറച്ച് ഒരു മിനിമലായിട്ടുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ പാടാം. ശ്രുതി ചേർന്നില്ലെങ്കിലും ശ്രുതി ചേർക്കാനുള്ള ടെക്നോളജി ഉണ്ട്. ശബ്ദം വിറക്കുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആക്കാനുള്ള ടെക്നോളജി ഉണ്ട്. എന്നിപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ട്, ഇപ്പോൾ നമ്മളൊരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ ആ അക്ഷരം വേണമെങ്കിൽ എടുത്തും അവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഒരു വാക്കിൻ്റെ ഇടയിൽ. അപ്പോൾ അത്രയും. പിന്നെ ശ്രുതി ചെറുതായി മെലഡൈൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലാണ് ഈ ശ്രുതി കറക്റ്റ് ചെയ്യണതെല്ലാം. അപ്പോൾ അങ്ങനെ പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നോളജിയും വന്നു. പക്ഷേ നമുക്ക് ഈ ഓഡിയോ ക്വാളിറ്റി പണ്ടത്തേനേക്കാളും കുറച്ച് മോശമാണെന്ന് പറയാം ഡിജിറ്റലൈസ് ആയപ്പോൾ. അത് ശരി. മറ്റേ അക്വസ്റ്റിക് ആയിട്ട് അനലോഗിൽ റെക്കോർഡ് ചെയ്തിരുന്നതും ഇതിൻ്റെയും ഇപ്പോഴത്തെ ടെക്നോളജിയിലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിൽ. പണ്ട് നല്ല വോയിസിനൊക്കെ നല്ല വാംത്ത് ഉണ്ടാവും ടേപ്പിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അത് ഇന്നിപ്പോൾ അത്രയില്ല. എല്ലാം ഇപ്പോൾ ഇന്നൊരു ഈ ടെക്നോളജി വന്നപ്പോൾ വോയിസിൻ്റെ ഒക്കെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഹിന്ദി ബോളിവുഡ് സിനിമകൾക്കൊക്കെ അനലോഗിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഒരു 8 കോടി 10 കോടിയുടെ ഒരു എക്യുപ്മെൻറ്റിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രക്യൂഷൻസും ചിലപ്പോൾ ചില സ്റ്റുഡിയോകളിൽ വോയിസ് ഒക്കെ അനലോഗിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതെ സാർ, പല ഭാഷകളിലും പാടുന്നുണ്ടല്ലോ. അപ്പം അതിനകത്തുള്ള വ്യത്യാസങ്ങൾ എന്താണ് തോന്നിയത്? അതിൽ ഏത് ഭാഷയിൽ പാടാനാണ് കൂടുതൽ? എനിക്ക് മലയാളവും തമിഴും വളരെ കംഫർട്ടബിൾ ആണ്. കന്നഡയും ഇപ്പോൾ ഒരു അളവ് വരെ കംഫർട്ടബിൾ ആണ്. തെലുങ്ക് കുറച്ച് പരിചയക്കുറവുണ്ട്. എന്ന് വെച്ചാൽ തെലുങ്ക് എനിക്ക് അധികം മനസ്സിലാക്കാനുള്ള ഇതില്ല. എന്നാലും പാടുമ്പോൾ അത് ഡിക്ഷൻ ഏതാണ് അവരുടെ ഡിക്ഷൻ അനുസരിച്ച് ഞാൻ പാടും. അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഏത് ഭാഷയെ പാടിയാലും അവരുടെ ഡിക്ഷൻ കറക്റ്റ് ആണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. ഈ തലമുറയിലെ കുട്ടികൾ സാർ നോക്കുകയാണെങ്കിൽ മാതൃഭാഷയുള്ള ആത്മബന്ധം വളരെ കുറഞ്ഞു വരികയാണ്. പക്ഷെ ഇന്റർനാഷണൽ ഗ്ലോബലി അവർ ഒരുപാട് അപ്ഡേറ്റഡ് ആണ്. പക്ഷെ മലയാളമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ബന്ധം കുറഞ്ഞു വരികയാണ്. അപ്പൊ അത് ശരിക്കും നമ്മുടെ മലയാളം മ്യൂസിക് ഇൻഡസ്ട്രീനെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ യങ് ജനറേഷൻ ജെൻസി അവര് കൂടുതലും ഇംഗ്ലീഷ് സോങ്സ് ആണ്, റാപ്പാണ് കൂടുതൽ. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്, കൂടുതലും റാപ്പാണ് കേൾക്കുന്നത്. മലയാളം പാട്ടുകൾ കേൾക്കുന്നവർ വളരെ വിരളമായി കൊണ്ടിരിക്കുകയാണ്. മലയാളം ഭാഷ തന്നെ സംസാരിക്കുന്നത് വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. മംഗ്ലീഷും ഇംഗ്ലീഷും ഫുള്ളി ഇംഗ്ലീഷും ആണ് ഇപ്പോൾ പലരും സംസാരിക്കുന്നത്. അങ്ങനെ കാലക്രമേണ കാലങ്ങൾ കഴിയും തോറും, വർഷങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും മലയാളം ചിലപ്പോൾ ഇല്ലാണ്ടായെന്ന് വരാം. അപ്പൊ മലയാളം ഗാനങ്ങളിലൂടെ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ എല്ലാ ജനങ്ങളും കൂടി ഒരുമിച്ച് ശ്രമിക്കണം. അല്ലാതെ നമ്മൾ ഈ ട്രെൻഡിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയും നമ്മുടെ തനതായ സംഗീതവും എല്ലാം നഷ്ടപ്പെട്ടു പോവാന്നല്ലേ? ഓക്കെ. ഇപ്പൊ 2024 കാഞ്ചനക്കണ്ണെഴുതി എന്നുള്ള ഗാനത്തിന് സാർക്ക് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടി. അതുപോലെ തന്നെ 2025 ആദ്യത്തെ പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡും കിട്ടിയല്ലോ. അപ്പം കരിയറിന്റെ ഈ ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുന്നത് എത്രത്തോളം പ്രചോദനമായി തോന്നുന്നുണ്ട്? നമുക്ക് ഓരോ അംഗീകാരം കിട്ടുമ്പോഴും നമുക്ക് സന്തോഷമാണ്. അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടും. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് കുറേയും കൂടി നന്നാക്കണം, നമ്മളതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അതെ, ആ ഒരു റെസ്പോൺസിബിൾ ഫീലിംഗ് കൂടുതലാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും ജനങ്ങളുടെ സ്നേഹവും ആദരവും എല്ലാം കിട്ടും, ഒരു വലിയൊരു വിജയം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു വിജയത്തിന്റെ പിന്നാലെ സാർ എന്തെങ്കിലും ഒരു ഫാക്ടറായിട്ട്
എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്, അതായത് സർ ഈ ജന്മത്തിലെ കഠിനാധ്വാനമാണോ, അതോ കഴിഞ്ഞ ജന്മങ്ങളിലെ സാധനകളാണോ, അതോ പൂർവീകരുടെ അനുഗ്രഹമാണോ, എന്തായിരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെല്ലാവരും വിശ്വസിക്കണം എന്നില്ല. ഉം. കഴിഞ്ഞ ജന്മത്തിലെ അതെ 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 അതെ. എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവുന്നത്. പക്ഷേ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലം, നമ്മുടെ കാരണവന്മാർ ചെയ്തിട്ടുള്ള പിതൃക്കൾ എല്ലാം അതെ ചെയ്തിട്ടുള്ള അതെ അതെ. പുണ്യകർമ്മങ്ങൾ, ഉം. ഈ ജന്മത്തിൽ അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനം, അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, പ്രോത്സാഹനം, സഹപാഠികൾ, നമ്മുടെ ഇപ്പോൾ നമുക്കുള്ള ഫാൻസ്, അവരെല്ലാവരുടെയും പ്രാർത്ഥന, അനുഗ്രഹവും സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്കൊക്കെ എത്തുന്നത്. ഓക്കെ അതെ, ഓക്കെ. നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മുടെ നമ്മുടെ ഫാൻസാണ്. അതായത് Fans ആണ്. എൻ്റെ അഭ്യുദയകാംക്ഷികൾ, അതെ എൻ്റെ സംഗീതം ഇഷ്ടപ്പെടുന്ന അവരെന്നുള്ളത്, ഞാൻ അവർക്ക് അടിമയാണ്. കാരണം അവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്, എൻ്റെ സംഗീതം നിലനിൽക്കുന്നത്. അതെ അതെ. ആ ഒരു അല്ലാതെ ഞാൻ സ്നേഹം. എനിക്ക് വേണ്ടി മാത്രം പാടിയിട്ടൊരു കാര്യമില്ലല്ലോ. അതെ 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 അതെ. അപ്പൊ കഴിഞ്ഞ കൊല്ലം തമിഴ്നാട്ടില് ഗംഗൈക്കൊണ്ട ചോളപുരം എന്ന ക്ഷേത്രത്തില് മോദിജിയുടെ മുൻപിൽ വെച്ച് ഇളയരാജ സാറിനൊപ്പം അതെ ഒരു അതെ. ഓം ശിവോഹം എന്ന ഗാനം സാർ ആലപിച്ചു. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതൊരു, ഞാൻ മോദിജിയെ മുമ്പും കണ്ടിട്ടുണ്ട്, അടുത്ത് കണ്ടിട്ടില്ല, വേദികളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ പാടാനുള്ളൊരു ഭാഗ്യം എനിക്ക് അത് രാജാ സാർ വഴിയാണ് ഉം. ഉണ്ടായത്. ഉം. അന്ന് ആകെ 3 പാട്ടായിരുന്നു നമുക്ക് ആ സ്ലോട്ടിലുണ്ടായത്. ഒരു 3 പാട്ട് പാടാനുള്ള സമയം. ഒന്ന് എൻ്റെ ഞാൻ പാടിയ ഓം ശിവോഹം, പിന്നെ രാജാ സാറിൻ്റെ 2 പാട്ടുകൾ, അതായിരുന്നു അന്നുണ്ടായത്. അന്ന് കുറച്ച് സൗണ്ട് സിസ്റ്റം ഒക്കെ കുറച്ച് പ്രോബ്ലം ആയിരുന്നു. അതെ 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 അതെ. അന്ന് കുറച്ച് അത് ആദ്യം വയർലെസ് മൈക്കായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് മറ്റേ സിഗ്നൽ ജാമർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സിഗ്നൽസ് കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പാടുമ്പോൾ ഞാൻ പാടുന്ന സമയത്ത് കട്ടായി കൊണ്ടിരുന്നു, പല്ലവിയൊക്കെ പാടുന്ന സമയത്ത്. അപ്പോഴത്തേക്കും ഇങ്ങനെ ആയപ്പോഴത്തേക്കും കൂടെയുള്ള സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആൾക്കാർ ഓടി വന്നു. എന്നിട്ട് അത് മൈക്ക് വയേർഡ് മൈക്കാക്കി. അത്ര നേരം വയർലെസ് ആയിരുന്നു, പിന്നെ വയേർഡാക്കി. അത് ശരിയായി വന്നപ്പോഴത്തേക്കും പാട്ട് ഏകദേശം പകുതിയോളം തീർന്നു. ചെറിയൊരു കൺഫ്യൂഷൻ തീർന്നു, പാട്ട് ഏകദേശം പകുതിയോളം തീർന്നു. പിന്നെ പക്ഷെ ബാക്കിയുള്ള ഭാഗമൊക്കെ നന്നായി. പിന്നെ ഒരു ഭാഗ്യം, മോദിജി എഴുന്നേറ്റ് വന്ന് കൈയടിച്ചു. അപ്പൊ എന്തോ അത്രയും ഭാഗം മോദിജിക്ക് കറക്റ്റായിട്ട് കേട്ടിട്ടുണ്ടാവും. ഇളയരാജ സാറിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആ ഒരു അനുഭവം എങ്ങനെയാണ്? സാർ ഇത്ര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സാറ് മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം സാധാരണ ടീച്ചർമാരെ, ക്ലാസ് ടീച്ചറെ പോലെയാണെങ്കിൽ രാജാ സാറ് ഹെഡ് മാസ്റ്ററെ പോലെയാണ്. കേട്ടിട്ടുണ്ട് അതുപോലെ. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതെ അതെ. പക്ഷെ എപ്പോഴും ഇളയരാജ സാറിന് ഒരുപാട് ആ വിശ്വാസവും ആ ഒരു റെസ്പോൺസിബിലിറ്റിയും സാറിൽ ഏൽപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ അത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 27 വർഷത്തോളമായി കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രോഗ്രാമുകൾക്ക് പോകുന്നു. ഏറ്റവും ആദ്യം ഞാൻ പാടിയത് സുബ്രഹ്മണ്യ ഭാരതിയുടെ ലൈഫ് സ്റ്റോറി ആയിരുന്ന ഭാരതി എന്നുള്ള മൂവിയിലാണ്. അതിൽ 2 പാട്ട് പാടി. അതിലെല്ലാ പാട്ടും എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ വെച്ചിരുന്നതാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് മുഴുവൻ പാടാൻ പറ്റിയില്ല. എനിക്ക് നാട്ടിലൊരു റിയാലിറ്റി ഷോയുടെ ആങ്കറിങ്ങും ജഡ്ജിങ്ങും ഞാൻ തന്നെയായിരുന്നു ഒരു ചാനലിൽ. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് വരേണ്ടി വന്നു. ഒരു നുണ പറഞ്ഞു വിട്ട് വേണമായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിൽ 2 പാട്ട് പാടാൻ സാധിച്ചു. പിന്നെ അന്ന് മുതൽ തുടങ്ങിയതാണ്, ജൂൺ 97 ആ സമയത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പല വിദേശ രാജ്യങ്ങളിലും പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇഷ്ടംപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഓക്കെ. ഇളയരാജയുടെ കമ്പോസിഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും? 2 പേര് നമുക്ക്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം പോലെ ഇഷ്ടം പോലെ വരും. അല്ല, ഏതെങ്കിലും ഞാൻ പാടിയതാണോ? സാർ പാടിയത്. ഞാൻ പാടിയതിൽ ഇപ്പോൾ ആദ്യം പാടിയ പാട്ട്, ഏതിലും ഇങ്ങ് ഇരുപ്പാനവൻ യാരോ எனக்குள்ளவன் இருப்பான் அறிவாரோ, ആ പാട്ട്. പിറയേ പിറയേ വളരും പിറയേ ഇത് നൽവരവേ, പിതാമഹനിലെ പാട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ രാജസാറിന് വേണ്ടി ഞാൻ പാടിയ പാട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ട്, നാൻ കടവുൾ എന്ന് പറഞ്ഞ സിനിമയിലെ പിച്ചൈ പാത്തിരം ഏന്തി വന്നേൻ അയ്യനേ നയ്യനേ, യാമൊരു പിച്ചൈ പാത്തിരം ഏന്തി വന്നേൻ അയ്യനേ നയ്യനേ, പിണ്ടം എന്നും എലുമ്പൊടു സதை നറമ്പുതിരമും അടങ്ങിയ ഉടമ്പ് എനും, ഇങ്ങനൊരു പാട്ടുണ്ട് നാൻ കടവുള്ളിൽ. അത് വളരെ ഒരു തത്വം നിറഞ്ഞൊരു പാട്ടാണ്.
സാറിൻ്റെ തന്നെ ഒരു സാറ് തന്നെ ഇതൊരു ആൽബത്തിൽ പാടിയിട്ടുണ്ട്, തിരുക്കുറളിൻ്റെ ഒരു ആൽബത്തിൽ പാടിയിട്ടുണ്ട് സാറ്. പക്ഷേ സിനിമയിലേക്ക് വന്നപ്പോൾ അത് സാർ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. സാറ് തന്നെയാണ് അതിൽ പാടിയിരുന്നത്. അത് ശരി, അത് ഇത് ശരി. സാറിൻ്റെ തന്നെ വരികളാണ്. ആഹാ. അതെ അതെ. ഓക്കെ. ഇപ്പം റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിരവധി റിയാലിറ്റി ഷോയിൽ സാർ ജഡ്ജായി കാണപ്പെടുന്നുണ്ടല്ലോ. അപ്പം സ്റ്റേജിൽ റെക്കോർഡിംഗ് സമയത്തോ അല്ലെങ്കിൽ സ്റ്റേജ് സമയത്തോ പാടുന്ന ആ ഒരു ഗൗരവം വിട്ടിട്ട് ഈ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ സാർ ഒരുപാട് തമാശകളും ഡാൻസും അഭിനയം ഒക്കെ ഉണ്ട്. അതെല്ലാം കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ. അത് സത്യത്തിൽ ഞാൻ കുറച്ച് ഒതുങ്ങിയ ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. തമാശയും ഇതുപോലെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുക, ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുക, അവരുടെ മാനറിസംസ് ഇമിറ്റേറ്റ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ അടുപ്പമുള്ളവരുടെ അടുത്ത് ഞാൻ അങ്ങനെയാണ്. അത് അടുപ്പമുള്ള ആളുകൾക്ക് അറിയാം ഞാൻ എത്രത്തോളം ഞാനൊരു കുറുമ്പനാണെന്നും ഒരു ഇതാണെന്നും. പക്ഷെ പുറമേ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ആളല്ല. പക്ഷെ ഇപ്പൊ മാറി. ഇപ്പോ അങ്ങനെ ആവേണ്ടി വന്നു. ചാനലുകളിൽ കുട്ടികളുടെ പ്രോഗ്രാമാണല്ലോ ഞാനിപ്പോ ജഡ്ജ് ചെയ്തോണ്ട്. അതെ അതെ. അപ്പൊ ആ രീതിയിൽ അവരുടെ ഒരു മെന്റർ ആയിട്ട് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അതൊക്കെ ഇപ്പൊ മാറി തുടങ്ങി. അപ്പം റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് പാട്ടുകൾ വൈറൽ, ഒരുപാട് പാട്ടുകൾ, പഴയ പാട്ടുകളാണെങ്കിലും ഒരുപാട് പാട്ടുകൾ ഇപ്പൊ ന്യൂ ജനറേഷൻ ഒക്കെ കേൾക്കുന്ന സാറുടെ ശബ്ദത്തിലാണ്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു പാട്ട് ഏറ്റവും കൂടുതൽ വൈറലായതോ അല്ലെങ്കിൽ സാർക്ക് ഇഷ്ടപ്പെട്ടതോ ഈ റിയാലിറ്റി ഷോസിലൂടെ? റിയാലിറ്റി ഷോയിലൂടെ കുറെ വൈറലായ സോങ് എന്ന് പറയുന്നത് സുഖമോ ദേവിയാണ്. അതെ. അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ജിതമാം പൂപ്പീലിയും അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ജിതമാം പൂപ്പീലിയും അഴകിൽ കോതിയ മുടിയിൽ തിരുകി അഴകിൽ കോതിയ മുടിയിൽ തിരുകി കളമൊഴികൾ കുശലം ചൊല്ലും കളമൊഴികൾ കുശലം ചൊല്ലും സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ. ദീപക് സാർ പറഞ്ഞ കമന്റ് ആണ് ഓർമ്മ വരുന്നത്. എന്റെ വലിയൊരു ഭാഗം, എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് അത്. ഇപ്പം ശ്രീശാന്ത് സാറുടെ ബ്രദറിലോ ആണല്ലോ. അപ്പം ക്രിക്കറ്റ് എന്ന വിഷയം വീട്ടിലെ ഒരു കൺവെർസേഷന്റെ ഭാഗമാണോ? തീർച്ചയായിട്ടും. ഞാനും ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. ഞാനും സ്കൂൾ കോളേജ് ടീമിലുണ്ടായിരുന്നു. ഈ ശ്രീശാന്ത് വളരെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എനിക്കറിയാം. ഒരു 5ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ എനിക്കറിയാം. കാരണം എൻ്റെ റിലേറ്റീവ്സാണ് ഓൾറെഡി അവർ. എൻ്റെ ഫസ്റ്റ് കസിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അവരുടെ ഫസ്റ്റ് കസിനെയാണ്. അതുകൂടാതെ എൻ്റെ വല്യച്ഛനൊക്കെ ആയിട്ടൊക്കെ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷൻ ഉണ്ട്. അപ്പം അവരുടെ കസിൻസൊക്കെ എൻ്റെ ഫ്രണ്ട്സായിരുന്നു. കോളേജിൽ എൻ്റെ കൂടെ കോളേജ് മേറ്റ്സും ഉണ്ടായിരുന്നു അവരുടെ കുറച്ച് കസിൻ. അപ്പോൾ ഞാൻ എൻ്റെ കോതമംഗലത്ത് പഠിക്കുമ്പോൾ കോളേജ് അവിടെയാണ് പഠിച്ചിരുന്നത്. എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇവരെല്ലാം ക്രിക്കറ്റ് കളിക്കാനായിട്ട് വല്യമ്മയുടെ വീട്ടിൽ വരും. ഞാൻ ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അവരുടെ തറവാട്ടിൽ പോകും. അപ്പോൾ ഇവിടെ എല്ലാവരും അവരെ കസിൻസ് എല്ലാവരും ഉണ്ടാവും. അപ്പം അന്ന് മുതലേ എനിക്ക് ശ്രീയെ അറിയാം. അതെ. അപ്പം ഈ എപ്പോൾ വന്നാലും വീട്ടിലെപ്പോൾ നമ്മൾ കൂടിയാലും ക്രിക്കറ്റും ഉണ്ടാവും പാട്ടും ഉണ്ടാവും. ക്രിക്കറ്റിലും ഉണ്ട് പിച്ച് റിതം, പാട്ടിലും ഉണ്ട് പിച്ചും റിതവും. നല്ലൊരു കണ്ടുപിടുത്തം. സാർ ഒരു ഭക്ഷണപ്രിയനാണോ, ഒരു ഫുഡിയാണോ സാർ? ആ, ഫുഡിയാണ്. ഓക്കെ. അപ്പൊ സാർ അപ്ലൈ പറഞ്ഞ പോലെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ സാർ യാത്ര ചെയ്യുന്ന ആൾ. അപ്പം ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ? ഇല്ല. ഇല്ല. ഞാൻ എവിടെ പോയാലും നാടൻ ഫുഡാണ്. അത് ശരി. നാടൻ ഫുഡ് ഇല്ലെങ്കിൽ ഞാൻ ചുറ്റിപ്പോവും. അപ്പൊ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് കേരള, നമ്മുടെ സൗത്ത് ഇന്ത്യൻ. സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യനും അഡ്ജസ്റ്റ് ചെയ്യും. മലയാളം കേരള ഫുഡ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആന്ധ്ര ഫുഡാണ് ഇഷ്ടം. കാരണം മദ്രാസിൽ പോയാലും ഞാൻ ആന്ധ്ര ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിൽ പോയി ഫുഡ് കഴിക്കാറുള്ളത്. പിന്നെ ഹൈദരാബാദിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഫുഡ് കഴിക്കും. ബാംഗ്ലൂരിൽ പോയാലും ചിലപ്പോൾ ഞാൻ ആന്ധ്ര ഫുഡ് കഴിക്കും. ചിലപ്പോൾ കേരള കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ അവിടെ തന്നെ കർണാടക ഫുഡ്. ഇപ്പൊ അടുത്ത റിയാലിറ്റി ഷോയിൽ വന്നു സാർ. ഷോപ്പിംഗ് ഒരുപാട് ചെയ്യണ ആളാണത്. അപ്പൊ എങ്ങനെയാണ്, വൈഫിന്റെ കൂടെയാണോ അതോ ഓൺലൈൻ ഷോപ്പിംഗ്? എന്താണ് ഏറ്റവും? വൈഫിന്റെ കൂടെയും ഷോപ്പ് ചെയ്യാറുണ്ട്, കുറെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്താറുണ്ട്, അത് ചീത്തയും കേൾക്കാറുണ്ട്.
ഓക്കെ. ഇപ്പൊ ഇപ്പോഴത്തെ എന്ന് പറയാൻ പറ്റില്ല. ഈ സിനിമ വിട്ടിട്ട് ഒരുപാട് ഗായകർ ബാൻഡിന്റെ പുറകെ പോകുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രീനെ ബാധിക്കുന്നത്? ഇനി ഉള്ള കാലം എന്നുള്ളത് ഗായകർ സിനിമയെ ആശ്രയിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ആ വസന്തകാലം കഴിഞ്ഞു. ഉം. ഇപ്പൊ ദാസേട്ടൻ, ചിത്ര ചേച്ചി, ജയേട്ടൻ, പണ്ടത്തെ ജാനകിയമ്മ, സുശീലം, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ സിംഗേഴ്സ് കഴിഞ്ഞ് ഉം. ശ്രീകുട്ടൻ ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ, വേണുചേട്ടൻ, ഉം. സുജാത ചേച്ചി, അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം വന്നവരാണ് ബിജു നാരായണൻ, ഞാൻ, സുദീപ്, അഫ്സൽ, അങ്ങനെയുള്ള ഗ്രൂപ്പ്. ഉം. അതുവരെ വലിയ കുഴപ്പം ഞങ്ങളൊക്കെ ഏകദേശം ആ വസന്തകാലം അവസാനിക്കുന്ന സമയത്ത് എൻ്റർ ചെയ്ത ആൾക്കാരാണ്. അത് കുറച്ച് നല്ല പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. ഉം. നല്ല സംഗീത സംവിധായകരുടെ പാട്ടുകൾ പാടാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. പല പ്രശസ്തരായിട്ടുള്ള ലെജൻസ് ആയിട്ടുള്ളവരുടെ പാടാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷെ ഇന്ന് സിനിമയിൽ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പാട്ടുകളുടെ പറയാം ഇമ്പോർട്ടൻസ് തന്നെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഒരു പാട്ടുകൾക്ക് വേണ്ടിയിട്ട് സിനിമ ഉണ്ടായിട്ടുണ്ട്. ശങ്കരാഭരണം, അങ്ങനെ കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മലയാളത്തിലാണെങ്കിൽ തന്നെ മറ്റേ ഹിസൈനസ് അബ്ദുള്ള, ഭരതം, അങ്ങനെയുള്ള കുറേ സിനിമകളിൽ പാട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊക്കെ ഒരു സിനിമയിൽ 10 പാട്ടുകൾ 12 പാട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട്. പിന്നീട് അത് കുറഞ്ഞ് 4 പാട്ടായി, 5 പാട്ടായി, പിന്നെ 2 പാട്ടായി, പിന്നെ അത് 1 പാട്ടായി. ഒരു പാട്ടിന്റെ പല്ലവിയും അനുപല്ലവിയും മാത്രമായി. ഇപ്പോ ചിലപ്പോ പല്ലവി മാത്രമായി തുടങ്ങിയിട്ടുണ്ട്. പാട്ട് പാടുകയല്ല, സംസാരിക്കണ പോലെ. അതെ. അപ്പൊ ഇപ്പോ ലിപ് മൂവ്മെന്റ് ഉള്ള പാട്ടുകൾ വളരെ കുറവാണ്. ഒരു നായകൻ പാടി അഭിനയിക്കുന്നത് അല്ലെങ്കിൽ നായകൻ അല്ലെങ്കിൽ നായിക പാടി അഭിനയിക്കുന്നത് ഇപ്പൊ വളരെ കുറവാണ്. ഒരു പുറകിൽ നിന്ന് പാട്ടേ കേൾക്കുള്ളൂ ഇപ്പൊ ഭൂരിഭാഗവും, അശരീരി പോലെ. അതിങ്ങനെ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരും. അങ്ങനെയായി തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, പാട്ടിന്റെ പല്ലവി അനുപല്ലവിയായി, പല്ലവി മാത്രമായി തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു നമ്മൾ സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ്സിൽ എഴുതി കാണിക്കും നിന്നെ പാട്ടുകൾ ഉണ്ടായിരുന്നു. ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണാറില്ലേ, നമ്മൾ ഈ സിനിമ കാണുമ്പോൾ പാട്ടുകളൊന്നും ഉണ്ടാവില്ല. സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ്സ് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ ഒരു 8 പാട്ട് 7 പാട്ടിൻ്റെ ഒക്കെ ലിസ്റ്റ് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പാട്ടൊക്കെ സിനിമയിൽ എപ്പോൾ ഉണ്ടായി, എവിടെ ഉണ്ടായിന്ന് വിചാരിക്കും. ആ ഒരു ഇതിലേക്കാണ്, നിലയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ശരിക്കും ഈ പറഞ്ഞ പോലെ ഗായകരെല്ലാം ബാൻഡ്, അവരുടെ സ്വന്തം ഒറിജിനൽസ്, സിംഗിൾസ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ, അങ്ങനെയൊക്കെയാണ് പറയാലോ. അപ്പോൾ യൂട്യൂബിലേക്ക്, സോഷ്യൽ മീഡിയ മാക്സിമം യൂസ് ചെയ്യുക. ചാനലുകൾ, ഇഷ്ടംപോലെ ചാനലുകൾ ഉണ്ടല്ലോ ഇപ്പോൾ, അതൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ കഴിവുകളുണ്ടെങ്കിൽ പ്രകടിപ്പിക്കാൻ, അവതരിപ്പിക്കാനായിട്ടുള്ള ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഉണ്ട്. സിനിമ തന്നെ ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല ഇനിയുള്ള കാലത്ത്. അത് ശരിയാണ്. ഇനിയിപ്പം ശരിക്കും റോബോട്ട്സ് വരെ പാട്ട് പാടാൻ ഇനിയിപ്പോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, നാളെ ബോംബെയിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒരു സ്ട്രൈക്ക് ഒക്കെ നടത്തി. കാരണം AI വെച്ച് കഥയും തിരക്കഥയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് പണിയില്ലാണ്ടായി. അപ്പൊ അവര് സമരം ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും മനുഷ്യന്റെ ആവശ്യമില്ല, AI ചെയ്തോളും. അങ്ങനെ ഒരു കാലഘട്ടം ആയതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇലോൺ മസ്കും നമ്മുടെ ബിൽഗേറ്റ്സ് ഒക്കെ ഇനി ജോലി ചെയ്യേണ്ടി വരില്ല, എല്ലാവരും സ്ഥലം വാങ്ങിച്ചോളൂ, ഫാം തുടങ്ങിക്കോളൂ എന്ന് ഇപ്പൊ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടല്ലോ. പക്ഷെ കല എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമാജിനേഷനിൽ വരുന്ന ഒരു ദൈവികമായിട്ടുള്ള നടക്കുന്ന ഒരു എനർജി ഗിഫ്റ്റ് ആണ് അല്ലേ സത്യം. അതാണ് ഇപ്പൊ ഇവിടെ റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ശരിക്കും സാറിനെ കാണുമ്പോൾ ഒരു എന്താ പറയാ, എല്ലാരും പറഞ്ഞു കാണും സുമുഖനും സുന്ദരനും ഗ്ലാമറൊക്കെ ഉള്ള ഒരാളാണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും സിനിമയിൽ പാടാനല്ലാണ്ട് അഭിനയിക്കാനായിട്ടുള്ള ഒരു അവസരം, ഇഷ്ടംപോലെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാതൽ കോട്ടയം എന്ന് പറഞ്ഞ മൂവിയിലേക്ക് വേണ്ടി എന്നെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. എൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി. ഞാൻ പഠിച്ച അക്കാഡമിയുടെ അപ്പുറത്തൊരു ഡോക്ടർ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു, അവിടെ അവർ വന്നതായിരുന്നു. അപ്പോൾ എന്നെ കണ്ടു, എന്നോട് ചോദിച്ചു. ഞാൻ ഗുരുനാഥനോട് പോയി കാര്യം അവതരിപ്പിച്ചപ്പോൾ ഒരിക്കലും പറ്റില്ല, എങ്ങനെ ആ ഫീൽഡിലേക്ക് പോയാൽ നിന്നെ കൊന്നു കളയും എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി. കല്യാണത്തിന് ശേഷവും പലവരും വിളിച്ചിട്ടുണ്ട്. താല്പര്യം ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും താല്പര്യമുണ്ട്. നല്ലൊരു ഇനി വേണമെങ്കിലും, ഇനിയിപ്പോ അറിയില്ല എങ്ങനെയാണെന്ന്, നല്ലൊരു അവസരം വന്നാൽ, ഓപ്പർച്യൂണിറ്റി വന്നാൽ ഒരു കൈ നോക്കാം. ഇനി ചെറിയൊരു റാപ്പിഡ് ഫയർ ആണ്. സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഗം? ഹിന്ദോളം. എനിക്ക് പറഞ്ഞപ്പോ ഇഷ്ടംപോലെ രാഗങ്ങളുണ്ട്, ഹിന്ദോളം ആണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതില് ഉള്ള ഏതെങ്കിലും ഒരു ഗാനം? ഹിന്ദോളത്തിന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ട്. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ
ദേവരാഗമോ അത്. ഫേവറേറ്റ് ആയിട്ട് പിന്നെ ഡെസ്റ്റിനി ഇതിന്റെ ആ മുഖം കണ്ട നാൾ താരരാ താരരാ രാഗം പൂക്കും ആ പാട്ട് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതൊക്കെ. ഓക്കെ 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 ഓക്കെ. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഏതായിരിക്കും? ഇന്ത്യയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജന്മനാട് തന്നെ പറവൂരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ തൃശ്ശൂരായിട്ടുള്ള ബന്ധം എന്തായിരുന്നു? തൃശ്ശൂര് ഞാൻ അവിടെ വളർന്നേ ഉള്ളൂ. ചാലക്കുടിക്ക് അടുത്ത് കൊരട്ടിയിൽ വളർന്നു. അച്ഛനും അമ്മയ്ക്കും അവിടെ ജോലി ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ വളർന്നു എന്നുള്ളൂ. ഞങ്ങളുടെ നാട് ശരിക്കും പറവൂരാണ്, അമ്മയുടെ നാട്. അച്ഛൻ്റെ നാട് ഒറ്റപ്പാലം. അതെ. അപ്പോൾ പറവൂരും ഒറ്റപ്പാലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അതിനുശേഷം പറഞ്ഞ പോലെ ഈ ചോദ്യം അനുസരിച്ച് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ, പോയ രാജ്യങ്ങളിൽ എനിക്ക് സ്വിറ്റ്സർലൻഡ് ഇഷ്ടമാണ്, പിന്നെ ഇത് ഇഷ്ടമാണ്, നോർവേ, ന്യൂസിലൻഡ് ഇഷ്ടമാണ്. അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യണത് സാർ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറില്ല പറഞ്ഞു. പിന്നെ അവിടെയൊക്കെ പോയാലും നമ്മുടെ ശരവണഭവൻ ഉണ്ടാവും അവിടെ. അതല്ലെങ്കിൽ എന്തെങ്കിലും മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ തമിഴന്മാരുണ്ടാവും. ചിലപ്പോൾ തമിഴ് പ്രോഗ്രാമിലാണെങ്കിൽ തമിഴന്മാരുണ്ടാവും, തമിഴ് ഫുഡ് ഇഷ്ടം പോലെ കിട്ടും. മലയാളികളുടെ ആണെങ്കിൽ മലയാളികൾ, ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എനിക്ക് ഹോട്ടലിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡാണെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും. അത് ശരി, അവിടുത്തെ ഫുഡ് എന്തായാലും ഇല്ല. ഓക്കെ. പ്രിയപ്പെട്ട ഗായകൻ അല്ലെങ്കിൽ ഗായിക? അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടം പോലെ പേരുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജാനകിയമ്മയാണ്. ജാനകിയമ്മ, പിന്നെ ദാസേട്ടൻ, ജയേട്ടൻ, ഹരിജി, SPB സാർ, നമ്മുടെ ചിത്ര ചേച്ചി, സുജി ചേച്ചി, ശ്രീകുട്ടൻ ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ, വേണിച്ചേട്ടൻ, അങ്ങനെ ലിസ്റ്റ് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്, ചോദ്യം അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് വന്നിട്ടുള്ള ചിത്ര ചേച്ചി, സുജാ ചേച്ചി, അവരൊക്കെ അവരുടെ കൂടെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. സാധന സർഗം, സാധനാജിയുടെ കൂടെ പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലൈവില് ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ചിത്ര ചേച്ചിയുടെ കൂടെയാണ്. അങ്ങനെയുള്ള ആ കാറ്റഗറിപ്പെട്ട ഗായകരെ വെച്ച് നോക്കുകയാണെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലെജൻഡ് സിംഗേഴ്സ് എന്നുള്ള കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ, ആ കൂട്ടത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ചിത്ര ചേച്ചിയുടെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജസ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ചേച്ചിയുടെ കൂടെ ഉള്ള പല പ്രോഗ്രാമുകളിലും ഞാൻ പാടുന്നുണ്ട്. ഇപ്പൊ യങ്ങ ജനറേഷന്റെ കൂടെ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? യങ്ങ ജനറേഷൻ ആയിട്ടുള്ള പാട്ടുകാരിൽ ഇഷ്ടംപോലെ ഭയങ്കര നല്ല ടാലന്റഡ് ആയിട്ട് വെർസറ്റൈൽസ് ആയിട്ടുള്ള സിംഗേഴ്സ്, യങ് സിംഗേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ. ഇഷ്ടംപോലെ പേരുണ്ട്, പലരുടെയും കൂടെ പാടിയിട്ടുമുണ്ട്. അപ്പൊ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഈ ചിത്ര ചേച്ചി, അവരെ ലെജൻസിന്റെ കൂടെയും ഇപ്പോഴത്തെ ഈ യങ് ടാലൻസ് കുറെ പേരൊക്കെ അതെ ആ പെർഫെക്ഷൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പാടുന്നുണ്ട്. കുറെ പേരൊക്കെ അവര് ആയി വരുന്നുള്ളൂല്ലോ, അവര് എക്സ്പീരിയൻസിലെല്ലാം ശരിയാവും. അങ്ങനെയാണല്ലോ എല്ലാവരും. അതെ അതെ. സാർക്ക് പുതിയ പാട്ടാണോ അതോ പഴയ പാട്ടുകൾ കേൾക്കാനാണോ കൂടുതൽ ഇഷ്ടം? അല്ല, ഞാൻ ലോകത്തുള്ള പല തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാറുണ്ട്, പല ജോണറിലുള്ള പാട്ടുകൾ കേൾക്കാറുണ്ട്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, സാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാന രചയിതാവ് ആരായിരിക്കും? രചയിതാവോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പേരുണ്ട്, ഇഷ്ടം പോലെ പേര്. പറയാനില്ല, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഇല്ല, ഇഷ്ടം പോലെ പേരുണ്ട്. വേദിയിൽ ലൈവായിട്ട് പാടാനാണോ അതോ റെക്കോർഡിംഗ് സമയത്ത് നമ്മൾ? രണ്ട് ടൈപ്പാണ്. വേദിയിൽ പാടുന്നത് വേറൊരു സ്റ്റൈൽ, അല്ലെങ്കിൽ വേറൊരു എന്താ പറയാ അനുഭവം. റെക്കോർഡിങ്ങിന് പാടുന്നത് വേറൊരു രീതി, വേറൊരു അനുഭവമാണ്, വേറൊരു സ്റ്റൈലാണ്. ലൈവിൽ നമ്മൾ പാടുമ്പോൾ സ്റ്റുഡിയോയിൽ പാടുന്ന പോലെ ഒതുക്കി പാടിക്കഴിഞ്ഞാൽ അത്ര ശരിയാവില്ല. നമ്മൾ ലൈവിൽ പാടുമ്പോൾ കുറച്ചും കൂടി ഓപ്പണായിട്ട്, പിന്നെ മാക്സിമം പെർഫെക്ഷനിൽ വേണം പാടാനായിട്ട്. നമ്മളതിന് മാക്സിമം ട്രൈ ചെയ്യണം, ശ്രമിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന്. ഫുൾ കോൺസെൻട്രേഷൻ വേണം. അത് ആ പാടുന്നതിൻ്റെ റിസൾട്ട് അവിടെ തന്നെ കിട്ടും നമുക്ക്. റെക്കോർഡിങ്ങിന് പാടുന്നത് പിന്നെ കുറച്ച് കളഞ്ഞ് റിലീസ് ചെയ്തിട്ട് പിന്നെ പതുക്കെ അതിന്റെ റിസൾട്ട് നമുക്കറിയുള്ളൂ, സ്വീകാര്യത. നമ്മള് ലൈവില് പാടുമ്പോൾ അപ്പൊ തന്നെ അത് ജനങ്ങളുടെ റിയാക്ഷൻ, റെസ്പോൺസ് നമുക്ക് അപ്പൊ തന്നെ കിട്ടുകയാണ്. അപ്പൊ എപ്പോഴെങ്കിലും വരിതെറ്റി പാടി എന്തെങ്കിലും തട്ടിക്കൂട്ടായിട്ട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ലൈവില് പറ്റിയിട്ടുണ്ട്, ദൂരദർശന്റെ ലൈവ് ഷോയില് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത ഉപകരണം എന്തായിരിക്കും? അങ്ങനെയുണ്ടോ? ഫ്ലൂട്ട്. ഓക്കെ. ഏറ്റവും കഷ്ടപ്പെട്ട് നമ്മുടെ പുല്ലാങ്കുഴൽ, കീ ഫ്ലൂട്ട് ഒന്നുമല്ല, നമ്മുടെ നാടൻ ഫ്ലൂട്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പാടിയ ഒരു പാട്ട്? ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പാടിയത് ഉടയോനിലെ തിരുവരങ്ങിൽ എന്നുള്ള പാട്ടുണ്ട്, ലാലേട്ടന്റെ പടത്തില്. അതാണെന്നാണ് എൻ്റെ ഓർമ്മ. കുറച്ച് ടഫായിട്ടുള്ള, അതിന്റെ ബിഗിനിങ് കുറച്ച് ടഫാണ്.
പിന്നെ അമ്മേ അമ്മേ വാൽക്കണ്ണാടിയിലെ അമ്മേ അമ്മേ എന്നുള്ള പാട്ട്, എന്നുള്ള പാട്ട്. അതും എല്ലാം ഹൈ പിച്ചാണ്. രാവേറെയായി പൂവേ, ഇതെല്ലാം ഒരു അമ്മേ അമ്മയും ഈ രാവേറെയായി പൂവേ എന്നുള്ള പാട്ടും മേൽസ്ഥായിൽ തന്നെയാണ് കൂടുതലും അതിൻ്റെ സഞ്ചാരം. താഴത്തേക്ക് ഉള്ള നോട്ടുകൾ വളരെ കുറവാണ്. അപ്പം അതിൻ്റെ സ്ട്രെയിൻ ഉണ്ടാവും. അപ്പൊ സാറ് സാധന സമയമൊക്കെ ഉണ്ടോ? ഇപ്പം സാധകം ചെയ്യാറില്ല. പണ്ട് ചെയ്തിട്ടുണ്ട്, കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ജീവിതത്തിൽ എല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ ഒരു 6 മാസം ഉണ്ടാവും. ഞാൻ സാധകം ചെയ്ത എല്ലാ ദിവസങ്ങളും കൂടി ചേർത്താൽ 6 മാസം ഉണ്ടാവുള്ളൂ. ആരും വിശ്വസിക്കില്ലല്ലേ സത്യം പറഞ്ഞാൽ. പലരും വിശ്വസിക്കാറില്ല. അപ്പൊ അത് പലരും വിശ്വസിക്കാറില്ല. ഞാൻ അങ്ങനെ സാധകൻ്റെ അടുത്ത് ഈ ചോദ്യം പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ സാധകം ചെയ്യണം, എത്ര നേരം ചെയ്യും എന്നൊക്കെ. പക്ഷെ ചെയ്തിട്ടുണ്ട്. ചെയ്തത് ഞാൻ ആദ്യം പാട്ട് പഠിച്ചു തുടങ്ങിയത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ശ്രീദേവി എന്ന് പറഞ്ഞ ടീച്ചറാണ് ആദ്യം തുടങ്ങിയത്. അപ്പോഴും സാധകം ചെയ്യണ കാര്യം എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പാട്ട് ടീച്ചർ വന്ന് പഠിപ്പിക്കും, അത് പഠിക്കും, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പാടി കേൾപ്പിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വേറെ കുറച്ച് ഗുരുക്കന്മാരുണ്ട്. ആകെ ഒരു 12, 13, 14 ഗുരുക്കന്മാരുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള ഗുരു എന്ന് പറയുന്നത് ചന്ദ്രമേന നാരായണ നമ്പൂതിരി സാറും TV ഗോപാലകൃഷ്ണൻ സാറുമാണ് മെയിൻ. പിന്നെ മണികൃഷ്ണസ്വാമി ടീച്ചർ, വേദവല്ലി ടീച്ചർ, പശുപതി സാർ, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാരായണ നമ്പൂതിരി സാറിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ നാൾ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥനോട് ഞാൻ ചോദിക്കും, സാർ ഈ സാധകം ചെയ്യണം എങ്ങനെയാണെന്ന് ചോദിക്കും. പോയിട്ട് കുറച്ച് പഠിക്കാൻ ചേർന്നിട്ട് കുറേ നാളായി. പക്ഷേ സാറിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ ഒരു ദിവസം നടന്നു പോകണ വഴിക്ക്, സാർ ഈ സാധകം ചെയ്യണം എങ്ങനെയാണ്, എനിക്ക് സാറൊന്നും ഇയാൾക്ക് സാധകം ഒന്നും വേണ്ടോ ഒന്ന് സാറ് അന്ന് പറഞ്ഞു. ഞാനത് എന്താ സാറ് അങ്ങനെ പറഞ്ഞേ, എന്താ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ കുറേ നാൾ നടന്നു. പിന്നെ ഞാൻ TV ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് പഠിക്കാൻ ചേർന്നു മദ്രാസിൽ, അക്കാഡമിക്കലായിട്ട് ഫോർഡ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിൽ. അപ്പോൾ അവിടെ ആകെ 8 പേരാണ് അതിൽ സെലക്ട് അയക്കണത് ഈ സ്കോളർഷിപ്പിൽ. അതിൽ ഞാനാണ് പാട്ടിൻ്റെ ഇതിലുണ്ടായിരുന്നത്. പവൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. പവൻ പക്ഷെ പോയിട്ട് വരിക ചെയ്യണം. ഞാനവിടെ താമസിച്ച് ഗുരുകുലം പോലെ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൂടെ കീബോർഡ് പഠിക്കുന്ന ബിജു ചേട്ടനുണ്ട്, ബിജു പൗലോസ്. പുള്ളി നമ്മുടെ മലയാള സിനിമയിൽ കുറേ ഇതിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു ഭയങ്കര മിടുക്കനായിട്ടുള്ള ഒരു കീബോർഡ് പ്ലെയറാണ്. അപ്പം അദ്ദേഹം കൂടെ ഒരു ശ്രീരാം എന്ന് പറഞ്ഞ മൃദംഗിസ്റ്റ്, കുക്ക് ഒരു ചെട്ടിയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഞാൻ സാധകം ചെയ്തില്ലെങ്കിൽ ഇവർ അവിടെ ചെന്നപ്പോൾ സാധകം ചെയ്യുന്ന രീതിയൊക്കെ ഡെയിലി സാധകം നിർബന്ധമായിരുന്നു. സാധകം ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ സാധകം ചെയ്തില്ലെങ്കിൽ ഇവർ പോയി കംപ്ലൈൻറ്റ് ചെയ്യും. അത് അങ്ങനെയാണ്. പിന്നെ ഇവരൊക്കെ ആയിട്ട് കുറച്ച് നാൾ ഇവരൊക്കെ നല്ല കമ്പനിയായി. പിന്നെ അതും നിർത്തി. പക്ഷെ ഇതിന് വേണ്ടി ഒരു ഫുഡ് കൺട്രോൾ എന്തായാലും ഉണ്ടാവുമല്ലേ നമ്മുടെ വോയിസ്? എനിക്ക് യാതൊരു ഫുഡ് കൺട്രോളും ഇല്ല. ഞാൻ ഐസ്ക്രീം ഇഷ്ടം പോലെ കഴിക്കും. 10 ഐസ്ക്രീമൊക്കെ ഒറ്റയടിക്ക് കഴിക്കും. തണുത്തത്, തൈര്, മോര് എല്ലാം കഴിക്കും, അച്ചാറ് എല്ലാം കഴിക്കും. ഞാൻ ചോറുണ്ണുമ്പോൾ ചിലപ്പോൾ പച്ചമുളക് കടിച്ച് ആണ് ഞാൻ ചോറുണ്ണുന്നത്. ചിലപ്പോൾ ഈ മറ്റേ ഈ ചിളങ്ങിയിരിക്കുന്ന ഒരു മുളകുണ്ടല്ലോ, ഭയങ്കര എരിവുള്ള ഇളം പച്ച, ചുമന്ന കളർ, ഓറഞ്ച് കളറിലൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ അതിൻ്റെ പല കളറിലുണ്ടാവും. അത് ചില സ്ഥലങ്ങളിൽ അവർ സാമ്പാറിൽ അല്ലെങ്കിൽ മീൻകറിയിലൊക്കെ ഇടുന്ന ഒരു മുളകാന്ന് പറയും എരിവിന്. അതിൽ ഒരെണ്ണം ഇട്ടാൽ മതി. അതൊക്കെ കടിച്ചാൽ ഞാൻ ചിലപ്പോൾ ചോറുണ്ണണം. ശരിക്കും വലിയൊരു ഭാഗ്യം തന്നെയാണല്ലേ സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഫുഡ് കൺട്രോൾ ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് അവരുടെ നമ്മൾ പ്രോബ്ലംസ് കൂടുതൽ കൺട്രോൾ ചെയ്യാനും കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണെന്നാണ് എനിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യില്ലേ, അതെ 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 അങ്ങനെ വളരെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ അതെ ചെവിയിൽ പഞ്ഞി വെച്ച് രാത്രി കിടക്കുക, അങ്ങനെയൊക്കെ ഒരിടയ്ക്ക് ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ തന്നെ എടുത്ത് കളയും എനിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലായി. ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ മനസ്സിലായതാണ്. അതെ. ലൈഫിൽ ഒരു ഹീറോ എന്ന് പറയുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ റോൾ മോഡൽ എന്ന് പറയുന്നത് ആരായിരിക്കും? എൻ്റെ അച്ഛൻ എൻ്റെ റോൾ മോഡലായിരുന്നു. പക്ഷെ കുറച്ച് നാളെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് റോൾ മോഡൽ എന്ന് പറയാനായിട്ട് എൻ്റെ ഗുരുക്കന്മാർ റോൾ മോഡൽസ് ആണ്. ചന്ദ്രമേന നാരായണ നമ്പൂതിരി സാറ്, TV ഗോപാലകൃഷ്ണൻ സാറ്, ദാസേട്ടൻ റോൾ മോഡലാണ്. ദാസേട്ടനെ ഞാൻ എൻ്റെ മാനസ ഗുരുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ചില സ്ഥലത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അതിലൊക്കെ പാടുമ്പോഴത്തേക്കും കുറേ പേര്, ഞാൻ കമൻസ് വായിക്കാറില്ല, പക്ഷെ അതിൻ്റെ അടുത്ത് പലരും പറയും ഭയങ്കര നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് ഈ ഇടയായിട്ട് ദാസേട്ടനായിട്ട് കമ്പയർ ചെയ്ത്. അപ്പം ഞാൻ പാടുന്നത് ദാസേട്ടനോട് മത്സരിക്കാനല്ല, ഞാൻ ദാസേട്ടനോടുള്ള ആരാധന കൊണ്ടും, ദാസേട്ടൻ എൻ്റെ മാനസ ഗുരുവാണ്. ഞാൻ ദാസേട്ടനോട് ഈ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ദാസേട്ടൻ എൻ്റെ അടുത്ത്, എനിക്ക് ദാസേട്ടൻ്റെ അടുത്ത് പാട്ട് പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ, എടാ നീ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഞാൻ നിൻ്റെ മാനസ ഗുരുവാണെന്ന്, എടാ അത് മതി,
അത് മതി എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് ദാസേട്ടനെ കാണുന്നത്. അപ്പം ഞാൻ ഈ പാടുന്നതൊക്കെ ഞാൻ ദാസേട്ടനായിട്ട് മത്സരിക്കുന്ന പോലെയാണ് പലരും ചിന്തിക്കുന്നത്. ഞാൻ ദാസേട്ടനായിട്ട് ഒരിക്കലും മത്സരിക്കാൻ ഞാൻ യോഗ്യനല്ല. ദാസേട്ടൻ ഒരു ദൈവമാണ് സംഗീത ദൈവം. പക്ഷെ മധു സാറിനെ വിളിക്കുന്നുണ്ട് ദേവഗായകൻ തന്നെ വിളിക്കുന്നത്. എന്തായാലും സാറുടെ വിശേഷങ്ങൾ പങ്കുവച്ചതും ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ഒരുപാട് നന്ദി. ഇപ്പം വിഷുവായിട്ട് ആരാധകരോട് അല്ലെങ്കിൽ ഫാൻസിനോട് ഓഡിയൻസിനോട് പറയുന്ന ഒരു വിഷു സന്ദേശം അല്ലെങ്കിൽ ഒരു ഗാനായാലും മതി. ഓക്കെ, കണ്ണനെ നേദിക്കാൻ കദളിപ്പഴം എന്നുള്ള പാട്ട് പാടാം. ഓക്കെ. ഓക്കെ. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയും, നൽകുവാനൊരു ദിനം അരികിലെത്താം, ഗുരുവായൂരമ്പല നടയിലെത്താം. കൗമുദി ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.